അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒട്ടക പശു ഗ്രിൽ ചെയ്ത്. ഞാനിപ്പോൾ ഉള്ളത് UAE-ലാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടക പശു ഇത് ചെയ്യണത്. നമ്മുടെ നാട്ടിൽ ഈ ഒട്ടക പശുവിനെ കൊല്ലുക ഇതെന്തെങ്കിലും ചെയ്ത ശിക്ഷാർഹമാണ്, ഒരിക്കലും അതിന് നിൽക്കരുത്. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നപ്പോൾ നമുക്കൊരു ഒട്ടക പശുവിനെ കിട്ടിയപ്പോൾ നമ്മളത് ഗ്രിൽ ചെയ്യാൻ വിചാരിച്ചു അല്ലേ രജീഷ? അപ്പോൾ നമുക്ക് നല്ല വൃത്തിയെ കഴുകിയെടുത്തിട്ട് നല്ല സൂപ്പറായി കട്ട് ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കിതിനെ ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കാലിനെ കട്ട് ചെയ്തെടുക്കാം. കാലിത് മൊത്തം എല്ലാം തിരിച്ചത് പുറത്തുണ്ടാവും അല്ലേ? അല്ല, മൊത്തം എലുമ്പ് മാത്രമേ ഉള്ളൂ തോന്നുന്നതിൽ. ആട്ടിൻ്റെ തുട പോലെ ഇരുന്നു. കാലിൽ മാത്രം ഇറച്ചി വിട്ടാ അല്ലേ? ബാക്കിയൊക്കെ എല്ലാം ഇതൊക്കെ അല്ല കേട്ടോ. ഇത് കറി വെക്കാനേ പറ്റുള്ളൂ. നമുക്കിതിൻ്റെ തോല് വേണ്ട കേട്ടോ അല്ലേ? തോല് ഭയങ്കര കട്ടി. ടയർ പോലെ തൊലിയില്ലേ? പിന്നെ മീറ്റ് മാത്രമാക്കിയിട്ട് നമുക്ക് എടുക്കാണ്ട്. അടിപൊളി മീറ്റ്. രണ്ടും കൂടെ നല്ല സുന്ദര കുട്ടനാണ് അല്ലേ? ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ആദ്യം കുറച്ച് പച്ചമുളക് അരച്ചത്, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയാണ്, കുറച്ച് കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇത് ഭയങ്കര കയ്പ്പാണ്, ഇവിടുത്തെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇവിടെ. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളം കുടിച്ചിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ രണ്ടായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓസ്ട്രിച്ചിലെ പേരും കിട്ടുന്നത് പെട്ടെന്ന് കേട്ടോ. ഇനി കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തത്, കുറച്ച് ഏലക്ക പൊടിച്ചത്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാൻ. ഇത് കർപ്പൂരമല്ല കേട്ടോ, ഇത് അടുപ്പ് കത്തിക്കേണ്ട സാധനമാണത്. പിടിക്കട്ടെ. തിളക്കട്ടെ. അതുപോലൊരു ഗ്രില്ലും കൂടി വെച്ച് കൊടുക്കാം. ഒരു തോർത്ത് ഓരോരോ പീസ് ഇവിടെ വെച്ച് കൊടുത്ത് ഇത് നമുക്ക് നല്ല സ്റ്റീം ചെയ്തെടുക്കണം.
ഓ കറക്റ്റില്ലേ? നമുക്ക് മൈദ മാവ് വെച്ച് നിന്ന് പാക്ക് ചെയ്യാനുണ്ട്. അടച്ചു വെക്കാം. അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത മസാല റെഡിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് ബട്ടർ തോന്നും. കുറച്ച് ക്രഷ്ഡ് ചില്ലി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, നാരങ്ങ കൂടി പിഴിഞ്ഞോട്ടാ. നമ്മൾ സ്റ്റീമിലിട്ട് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് ഗ്രിൽ ചെയ്യണം. നമുക്കൊരു 1 മണിക്കൂർ ഇതിനെ റെസ്റ്റിൽ വെക്കാം അല്ലേ? നമുക്കിത് കമ്പിയിലിങ്ങനെ കൊളുത്തല്ലേ. ആഹാ, നല്ല ബട്ടറിൻ്റെ മണമല്ലേ? മതി. അടിപൊളി. ചാർക്കോൾ കൊത്തി നമ്മുടെ ഗ്രില്ലിനുള്ള സമയം തന്നെയാണ്. ചാർക്കോൾ കത്തിക്ക് നല്ല അടിപൊളി സാധനമാണ്. കറുപ്പൂരത്തിന് വെല്ലും. പിടിക്കട്ടെ. കനല് വേട്ടയ്ക്കണ സാധനമാണ്. കനല് നല്ല കനല് അടിപൊളി കനലായിട്ടാ. പക്ഷി പതുക്കെ തിരിച്ചു വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് എണ്ണ എടുത്ത് കൊടുക്കും. നമ്മുടെ മസാലയിൽ നമ്മുടെ ഓയിലാക്കിയതാണ്. ആഹാ, ഈ പറക്കാണ്. ആഹാ, ഒന്നും കളറേ മതി അല്ലേ? എന്നാ എടുത്തോ. നല്ല സൂപ്പറായിട്ട് വന്നിരുന്ന സംഭവം. നല്ല മണമുണ്ടല്ലേ പക്ഷേ. നമുക്ക് അടുത്ത് നമ്മുടെ തുറന്നു നോക്കട്ടാ. അമ്മോ, അടിപൊളിയാ മോനെ. പഞ്ഞു പോലെ ആയിരുന്നു കേട്ടോ സാധനം. ഇതണ്ടാ, പതുക്കെ പറഞ്ഞു. ഇത് സംഭവം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ.
അങ്ങനെ നമ്മളങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ കേട്ടാ. അപ്പോൾ ഇത് പിന്നെ അറിയാലോ, നമ്മുടെ സഫർത്തുക്ക, അതുപോലെ തന്നെ സഫർത്തുക്കാൻ്റെ സുഹൃത്ത് ഇത് ഇസ്മായിൽക്ക, പിന്നെ നൗഷാക്ക, പിന്നെ ഇവർ രണ്ടാള് സാലി, പിന്നെ ഇവർ ഇവിടുത്തെ വന്ന ആളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ടേസ്റ്റ് നോക്കാൻ എന്തായാലും പറയാലേ. അപ്പോൾ എടുത്തോളെ കഴിച്ചോളാം കേട്ടോ. ഞാൻ ആദ്യം ടിക്കയാണ് എടുക്കാൻ വേണ്ടി പോണത്. ഞാൻ കഴിച്ചോളേ, സാധനം എടുത്തോളൂ. ഇതാ എന്നാ കമാൺ, എന്താണ് സംഭവം നോക്കിയിട്ട് പറയും. ടിക്ക എന്താ സ്ഥിതി നോക്കട്ടെ. വന്നിട്ടുണ്ട്. ആ സൂപ്പർ, അടിപൊളി, സൂപ്പർ. പക്ഷെ എന്ത് ടേസ്റ്റ് തോന്നുന്നു നൗഷാക്ക? നല്ല സ്പെഷ്യൽ മസാല തന്നെയാണ്. മസാല പക്ഷെ മീറ്റിന് വലിയ ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല അല്ലേ. ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല അല്ലേ. ഇറച്ചിയൊക്കെ ശരിക്കും വെന്തു. പക്ഷെ മൊത്തം എല്ലാം കേട്ടോ അതിന്. എന്താണ് അത്രേ ഉള്ളൂ അതിൽ മീറ്റ്. നല്ല ബന്ധിന്. അപ്പുറം കഴിച്ചു നോക്കിയിട്ട് എന്താ സ്ഥിതി പറയൂ. ഞാൻ വലിച്ചിട്ട് പീസ് ഉണ്ടല്ലോ. ഓ മോനെ, ഇത് നോക്ക് സാധനം. മീറ്റ് നമ്മൾ ഇതുവരെ തിന്നാത്തൊരു ഫീലല്ലേ. ഇത്ര അല്ല, ഇതൊരു വെറൈറ്റി കുഞ്ഞനാണ്. അതെ, മീറ്റ് നല്ല സൂപ്പർ സംഭവട്ടാ. ഒരല്പം ഉപ്പിന്റെ ഒരു പോരായ്മയുണ്ട് അല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ലെമണിന്റെ മുകളിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ആ നാരങ്ങ പിരിഞ്ഞ സൂപ്പർ. എന്താ പറയപ്പോ, ഇതിനെന്താ ടേസ്റ്റ് പറയാം. അടിപൊളി ടേസ്റ്റ്. അടിപൊളി ടർക്കി കോഴിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അല്ല ടർക്കി ഒന്നുമല്ല, വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. ശരിക്കും ഇതുവരെ നമ്മൾ അനുഭവിക്കാത്തൊരു ടേസ്റ്റാണ്. അതെ, സംഭവം എന്തായാലും കാലി എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. സ്പോഞ്ചി സോഫ്റ്റ്. ഒന്നും പറയാനില്ല, ഭയങ്കര സ്പൈസി ഉണ്ട്. മസാലയുടെ ഒരു പീസ്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ മീറ്റ് കഴിക്കുമ്പോൾ വെറും ഉപ്പ് കുരുമുളക് മാത്രം ഉപയോഗിക്കാം. അപ്പോഴേ ഇറച്ചിയുടെ ടേസ്റ്റ് എന്ന് നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടിക്കയിൽ ഒരുപാട് മസാല ഉപയോഗിക്കാത്തത്. ഇതിൽ മസാല ഉണ്ടല്ലോ, ഇതിൽ നല്ല അല്ലേ, നല്ല ഒരു ഇതൊക്കെ കഴിക്കാനുള്ള ഈ സാധനങ്ങളൊക്കെ സൂപ്പർ. ടിക്ക അടിപൊളി. ഒന്നും പറയാനില്ല. അപ്പോൾ സംഭവം എന്തായാലും ഒന്നും പറയാനില്ല, അടിപൊളി സംഭവം. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ഇതൊക്കെ മാറ്റി വെക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ജോലി ഉള്ളതുകൊണ്ട് അവർ വന്നിട്ടില്ല ഇവിടെ അല്ലേ. അവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് രണ്ട് ടിക്കൊക്കെ മാറ്റി വെക്കണം നമ്മൾ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയായി നമ്മൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ്, തൊട്ടുള്ള ബെല്ലേയും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. UAE യിൽ നിന്നും പൊളി അല്ലേ, സൂപ്പർ ടേസ്റ്റ്. ഒന്നും നോക്കണ്ട.